രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജിന് വധഭീഷണി. അജ്ഞാതൻ വീട്ടിലെത്തിയാണ് ഭീഷണി മുഴക്കിയത്. റിനി പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുന്നയിച്ച റിനി ആൻ ജോർജിന് വധഭീഷണി ഉയർന്ന സാഹചര്യമുണ്ട്. ആരാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയത്? ഇയാളെ തിരിച്ചറിഞ്ഞോ? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? നിലിമ, ഇന്നലെ രാത്രിയാണ് റിനിയുടെ വടക്കംപറവൂരിലെ വീട്ടിലേക്ക് എത്തി രണ്ടുപേർ ഭീഷണി മുഴക്കിയത്. അവർ പറഞ്ഞത് രാഹുലിനെതിരെ നിന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയാണ് പോയത്. കാരണം ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി തന്നെ ചില വെളിപ്പെടുത്തലുകൾ റിനി നടത്തിയിരുന്നു. രാഹുലിന്റെ പേര് പറഞ്ഞു തന്നെ അത്തരം കാര്യങ്ങൾ പറയാൻ റിനി തയ്യാറാവുകയും ചെയ്തു. അന്ന് തന്നെ റിനിക്ക് നേരെ വലിയ തോതിലുള്ള ഭീഷണികൾ നിലനിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളായിരുന്നു സംഘടിതമായ ആക്രമണം റിനിക്കെതിരെ നടത്തിയെന്നത്. അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസവും ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തള്ളിയതിനെ തുടർന്നുള്ള പ്രതികരണത്തിലും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു റിനി പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല, ഇത് അതിജീവിതകളായ എല്ലാവരുടെയും നീതിയാണ് ആ ഒരു സമയത്ത് ലഭിച്ചത് എന്ന കാര്യം അന്നേരം പുറത്തു വന്ന കോടതി വിധിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിനി പ്രതികരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി 9 മണിയോടെ ആദ്യം ഒരാൾ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരുന്നു. ഈ ഒരു ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇയാൾ സ്കൂട്ടർ എടുത്ത് കടന്നു കളഞ്ഞു എന്നാണ് റിനി നൽകിയ പരാതിയിൽ, പറവൂർ പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം അധികം വൈകാതെ 10 മണിയോടുകൂടി തന്നെ മറ്റൊരാൾ അവിടെ എത്തി. അയാളാണ് ഭീഷണി മുഴക്കി കടന്നു കളയുകയും ചെയ്തത്. ഹെൽമറ്റ് ധരിച്ചതുകൊണ്ട് തന്നെ ആളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല എന്ന കാര്യം പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ വധഭീഷണി മുഴക്കിയ ആളെ കണ്ടെത്താനുള്ള ഒരു പരിശോധന, അന്വേഷണം എല്ലാം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാകുന്ന, മോശം പെരുമാറ്റങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്ന സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ സംഘടിതമായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ സൈബർ ആക്രമണമാണ് സംഘടിതമായി ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി കായികമായി ആക്രമിക്കുമെന്ന ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് വരെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവമായി കാണണം എന്ന കാര്യം തന്നെയാണ് റിനി ചൂണ്ടിക്കാണിക്കുന്നത്. ശരി.